നിങ്ങൾ മരത്തെ കെട്ടിപ്പിടിച്ചിട്ട് മരത്തിന്റെ കഥ വല്ലതും കേട്ടിട്ടുണ്ടോ? മരത്തിന് ഒത്തിരി പറയാനുണ്ട്. മണ്ണിലിരുന്നിട്ട് മണ്ണിന്റെ കഥ കേട്ടിട്ടുണ്ടോ? മണ്ണിൽ ചവിട്ടി നടന്നിട്ടുണ്ടോ നിങ്ങള്? നമ്മള് ഇതുപോലെ മണ്ണിൽ കളിക്കാൻ നമ്മള് കുട്ടികളെ അനുവദിച്ചിട്ടുണ്ടോ? ശരിക്കും കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ മണ്ണിൽ കളിക്കാനും പിന്നെ വെള്ളത്തിൽ കളിക്കാനൊക്കെ. പക്ഷെ നമ്മൾ രോഗം വരും, അത് വരും, ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ ഒരു മൊബൈലും കൊടുത്തിട്ട് റൂമിൽ അടച്ചിടും. എന്നിട്ട് പറയും കുട്ടികൾ ആൾക്കാരായിട്ട് മിണ്ടുന്നില്ല, ഫുള്ളായിട്ട് മൊബൈലിലാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തും. ഇത് ശരിയല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് കുട്ടികളെ ഇതുപോലെ പോവാൻ കാരണമായിരിക്കുന്നത്. കുട്ടികളുടെ ചിന്തയും ഒക്കെ വളരാൻ സമ്മതിക്കാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. പിന്നെ നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമ്മുടെ കൃഷിയിടത്തിൽ കുട്ടികൾ വരുന്ന സമയത്ത് കുട്ടികൾ അത്രയും എൻജോയ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. മണ്ണിൽ ഓടി കളിക്കുന്നത്, വള്ളി പിടിച്ച് കയറുന്നത്, താറാവിനെയും കോഴീനെയൊക്കെ കളിപ്പിക്കുന്നത്, പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് പറ്റാവുന്ന കുട്ടികളുടെ എനർജി ലെവൽ ഒന്ന് വേറെ തന്നെയാണ്. എത്ര ഹൈറ്റിലല്ലേ മരത്തിലൊക്കെ കയറുന്നത്. അത് കണ്ടിട്ട് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ശരിക്കും കുട്ടികൾക്ക് ഇത്രയും കഴിവ് അല്ല ഇത്രയും ഇഷ്ടം മണ്ണിനോടും കൃഷിയോടും എല്ലാം ഉണ്ട്. നമ്മൾ തന്നെയാണ് പലപ്പോഴും ഒരു ചെറിയ റൂമിൽ മൊബൈലും കൊടുത്തുകൊണ്ട് നമ്മുടെ ജോലിയുടെ ഇടയിലേക്ക് സമയം കളയാതിരിക്കുക കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. പക്ഷേ അത് അത്ര നല്ല കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇതിനൊക്കെ അവസരം കിട്ടിയത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കഴിവുണ്ടാക്കിയാൽ മാത്രം മതി. നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്തുള്ള എല്ലാം ബൈഹാർട്ട് പഠിക്കുന്നതിനപ്പുറം നമുക്ക് പഠിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇതുപോലെ മണ്ണിൽ ചവിട്ടിയും വെള്ളത്തിൽ കളിച്ചും ഓടി നടന്നും കഥ പറഞ്ഞും എല്ലാം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു നല്ലൊരു വിദ്യാഭ്യാസ രീതിയായിട്ട് മാറും. കുട്ടികൾക്ക് അതിനുള്ളൊരു ഗ്രിപ്പ് എന്തായാലും ഉണ്ടാവും. ശരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത്. ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ ഇതുപോലെ നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ നമ്മുടെ മണ്ണിലും വെള്ളത്തിലും ഒക്കെ കളിച്ചുകൊണ്ട് തന്നെ കൂട്ടിയെടുത്താൽ മാത്രമല്ലേ ഇനി വരുന്നൊരു തലമുറയ്ക്ക് അത്രയും നല്ലൊരു പ്രതിരോധ ശക്തി ഉണ്ടായിട്ട് വരത്തുള്ളൂ. അവരൊരു നല്ല കുട്ടികളായിട്ട് വളരത്തുള്ളൂ. അതിനുള്ള ഒരു ലോകം, അങ്ങനെ നമ്മുടെ കുട്ടികളെ ഒക്കെ വളർത്തുന്ന ഒരു ലോകം നമുക്ക് സ്വപ്നം കാണാം. അങ്ങനെയുള്ള ഒരു ലോകത്തിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.